ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്കിത് നോക്കാം അല്ലെ. മാതൃക നോക്കി പൂരിപ്പിക്കുക. കണ്ടോ, പേജ് നമ്പർ 24 അല്ലേ? ഓക്കെ. അപ്പൊ വിചിത്രം, വിചിത്രം എന്താണ് ആൻസർ? വൈചിത്രം അല്ലെ. വിചിത്രം വൈചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അടുത്തത് നമ്മൾ ചെയ്യണം അല്ലെ. അപ്പൊ വിവിധം എന്താ വരുക? വിവിധം, വിവിധം വൈവിധ്യം. വൈവിധ്യം. ഓക്കെ, എഴുതിക്കോ. അതിൽ എഴുതിക്കോ, ടെക്സ്റ്റിൽ എഴുതിക്കോ, വിവിധം വൈവിധ്യം. ആദ്യത്തെ വിചിത്രം വൈചിത്യം, വിവിധം വൈവിധ്യം, വിപുലം. വിപുലം എന്താ വരുക? വിപുലം, വിപുലം എന്ത് വരും ഷോണേ? വൈപുല്യം അല്ലെ. ഓക്കെ, എഴുതിക്കോ. ഓക്കെ. അടുത്തത് 1000 വർഷം അല്ലെ. 1000 വർഷം എന്താണ്? സഹസ്രാബ്ദം അല്ലെ. 1000 വർഷം സഹസ്രാബ്ദം. അപ്പൊ നെക്സ്റ്റ് 100 വർഷം. 100 വർഷം എത്രയാ? എങ്ങനെയാ എഴുതുക? 1000 വർഷം സഹസ്രാബ്ദാണ്. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 അല്ലെ. അപ്പൊ സഹസ്രാബ്ദം. അപ്പൊ 100 വർഷം എന്താ? 100ന് എന്താ പറയുക? ശതം എന്നല്ലേ. അപ്പൊ ശതാബ്ദം എഴുതിക്കോ. ശതാബ്ദം. ശതാബ്ദം 100 വർഷം. അപ്പൊ 100 വർഷത്തിന് നേരെ എഴുതണം ശതാബ്ദം. നെക്സ്റ്റ് അടുത്ത ഏതാ? 10 വർഷം. 10 വർഷം നേരം എന്ത് വരും? അതേ മാതൃക നോക്കി നമ്മൾ ചെയ്യുമ്പോ എന്ത് വരും? 100ന് 10ന് എന്താ പറയുക? ശതം എന്നാണോ ദശം എന്നാണോ സഹസ്രം എന്നാണോ എന്താ പറയുക? 10ന് ദശമല്ലേ 10. അപ്പൊ ദശാബ്ദം. ദശാബ്ദം എഴുതും. 10 വർഷം ദശാബ്ദം. ഓക്കെ, എഴുതിയോ? 10 വർഷം ദശാബ്ദം. നെക്സ്റ്റ് ആരാധനയ്ക്ക് പാത്രമായിട്ടുള്ളത് എന്താണ്? ആരാധനപാത്രം. ആരാധനാപാത്രം. അപ്പൊ സൽക്കരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് സൽക്കാര യോഗ്യം എഴുതിക്കോ. സൽക്കാര യോഗ്യം. ശരിക്കും എഴുതണേ. സൽക്കാര യോഗ്യം. നെക്സ്റ്റ് ഏതാ? എഴുതിയോ മോനെ? അപ്പൊ നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ. പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ളത് എന്താണ്? പ്രശംസാപാത്രം. എഴുതിക്കോ. പ്രശംസക്ക് പാത്രമായിട്ടുള്ളത് പ്രശംസാപാത്രം. ആൻമരിയ വീഡിയോ ഓൺ ചെയ്തേ. അപ്പൊ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള പ്രശംസാപാത്രം. സ്വപ്നത്തിന്റെ തരംഗം. സ്വപ്ന തരംഗം അതവിടെ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ദേഹത്തിന്റെ പ്രകൃതി. ദേഹപ്രകൃതി. ഓക്കെ, ആൻമരി ഇത് കംപ്ലീറ്റ് ചെയ്തതാണ് അന്ന് ക്ലാസ്സിന്. ദേഹത്തിന്റെ പ്രകൃതി, ദേഹപ്രകൃതി. മരത്തിന്റെ കഷ്ണോ എന്താ ആൻമരിയ? മരത്തിന്റെ കഷ്ണം മരക്കഷ്ണം. ഓക്കെ. നെക്സ്റ്റ് വിഭവത്താൽ സമൃദ്ധം. വിഭവ സമൃദ്ധം. അപ്പോ മരത്തിന്റെ കഷ്ണം മരക്കഷ്ണം എഴുതുക. അത് കഴിഞ്ഞ് വിഭവത്താൽ സമൃദ്ധം. വിഭവത്താൽ സമൃദ്ധം, വിഭവ സമൃദ്ധം എഴുതിയോ? നെക്സ്റ്റ് ജലത്താൽ സമൃദ്ധം. അന്നേരം എന്ത് വരും? എന്ത് വരും? എന്താ മക്കളെ വരുക? ജലസമൃദ്ധം. ഓക്കെ, ജലസമൃദ്ധം. എഴുതി ജലസമൃദ്ധം. നെക്സ്റ്റ് ഐശ്വര്യത്താൽ സമൃദ്ധം. എന്ത്? ഐശ്വര്യ സമൃദ്ധം. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് താഴെ എന്താ?
എ ബി വിഭാഗങ്ങളിൽ നിന്ന് അനുയോജ്യമായ വാക്കുകൾ ചേർത്ത് പദപ്രയോഗങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ മറന്നു പോയി എഴുതിന് അല്ലെ, നമ്മള് മറന്നു ബീന്നെടുത്തു പോയി എന്നുള്ളത് എഴുതി അല്ലെ, മറന്നു പോയി. നെക്സ്റ്റോ ഇരുന്നു പോയി, അങ്ങനെ എഴുതാവാണെങ്കിൽ. പിന്നെന്താ, കണ്ടു തീർത്തു. നെക്സ്റ്റ് ഓടിപ്പോയി. നെക്സ്റ്റ് ചാടിപ്പോയി. മനസ്സിലായോ ആശോണേ? അത് എഴുതിക്കോ. എ ബി, അതായത് എ എന്നൊരു വാക്കെടുത്തു, ബി എന്നും എടുത്ത് അത് ചേർത്ത് എഴുതുന്നത്. വാക്കുകൾ ചേർത്ത് പദപ്രയോഗങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അത് നിങ്ങൾ എഴുതിക്കോ. എഴുതിയോ? ഇപ്പൊ നെക്സ്റ്റ് അതും എല്ലാം എഴുതിയോ? മറന്നുപോയി, ഇരുന്നു പോയി, ഓടിപ്പോയി, ചാടിപ്പോയി, കണ്ടു തീർത്തു, അതൊക്കെ എഴുത്. എല്ലാം ചേർത്ത് ഓരോ പദങ്ങൾ ഉണ്ടാക്കുക. മറന്നു പോയി, ഇരുന്നു പോയി, കണ്ടു തീർത്തു, ഓടിപ്പോയി, ചാടിപ്പോയി, ചാടിക്കളഞ്ഞു എഴുതിയാൽ മതി. എല്ലാ വാക്കുകളുമായി. നെക്സ്റ്റ് ഏതാ? സീസറെ വധിച്ചു അല്ലെ. എന്താവുന്നത്? സീസർ വധിക്കപ്പെട്ടു. സീസർ വധിക്കപ്പെട്ടു. അതുപോലെ മറ്റു രണ്ടെണ്ണം ആക്കിയേ. എങ്ങനെയാ? പാമ്പിനെ കൊന്നു. എന്ത്? പാമ്പ് കൊല്ലപ്പെട്ടു. ഓക്കെ, എഴുതിക്കോ. പാമ്പ് കൊല്ലപ്പെട്ടു. അടുത്ത അതിന്റെ താഴെ വരുന്നത് പശുവിനെ വിറ്റു. പശു വിൽക്കപ്പെട്ടു അല്ലേ? പശുവിനെ വിറ്റു, പശു വിൽക്കപ്പെട്ടു. ഇതിൽ വാക്യത്തെ പ്രയോഗിക്കാനുണ്ട് അല്ലേ? അത് മിസ് തന്നില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ അല്ലേ? അത് ചെയ്തു തരാം. ഓക്കെ, എഴുതിയോ? ലേഖകന്റെ അനുരാഗം വർദ്ധിക്കാനിടയായത് എങ്ങനെയാ? അലക്സാണ്ട്രിയോടുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിക്കാനിടയായത് എങ്ങനെ? ക്ലിയോപാട്രയെ പറ്റി കേട്ടപ്പോഴല്ലേ? ഓക്കെ, നോട്ട് എഴുതിയില്ലേ? നോട്ട് എഴുതിയില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവൂല്ലോ. നിങ്ങള് നോട്ട് എടുത്ത് വെച്ചൊന്ന് വായിച്ചേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അലക്സാണ്ട്രിയോടുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിക്കാനിടയായത് എങ്ങനെ? എങ്ങനെയാ ഷോണേ? നോട്ട് കംപ്ലീറ്റ് ആണോ നോക്കട്ടെ. വായിച്ചോ? കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. ആൻമരിയ നോട്ട് എടുത്ത് വെക്കണേ. വായിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ക്ലിയോപാട്രയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ലേഖകന്റെ അനുരാഗം വർദ്ധിക്കുന്നത്. അലക്സാണ്ട്രിയോടുള്ള ലേഖകന്റെ അനുരാഗം വർദ്ധിച്ചത് അല്ലെ? ഓക്കെ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അലക്സാണ്ട്രിയ എന്ന അത്ഭുത നഗരി ഏത് രാജ്യത്താണ്? ഈജിപ്തിലാണ് അലക്സാണ്ട്രിയ എന്ന അത്ഭുത നഗരി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നാലാമത്തെ എന്താ? അലക്സാണ്ട്രിയയിലെത്തിയ ലേഖകന് നിരാശ തോന്നാൻ കാരണമെന്ത്? എന്താ ആൻമരി ശ്രക്കാന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ നിരാശ തോന്നിയത് അലക്സാണ്ട്രിയ ലേഖകന്? അലക്സാണ്ട്രിയയിലെ അഴുക്കും ദുർഗന്ധവും കച്ചവട തിരക്കും കൊണ്ട് അലങ്കോലപ്പെട്ട അലക്സാണ്ട്രിയയാണ് ലേഖകൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അലക്സാണ്ട്രിയയിലെത്തിയ ലേഖകന് നിരാശ തോന്നാൻ കാരണം. ഓക്കെ. അലക്സാണ്ട്രിയയിൽ ക്ലിയോപാട്രയുടെ പേര് കേൾക്കാൻ ഇടയാവുന്നത് എങ്ങനെയാ? ഒരറബി അല്ലെ ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകളുടെ അടുത്ത് സമീപത്തെത്തുമ്പോൾ മാത്രമാണ് അലക്സാണ്ട്രിയയില് ക്ലിയോപാട്രയുടെ പേര് കേൾക്കുന്നത് അല്ലെ? രണ്ടുപേരും സ്ട്രക്കായെന്ന് തോന്നുന്നു. അല്ല അല്ലെ? ഓക്കെ. ക്ലിയോപാട്ര മരണം വരിച്ചത് എങ്ങനെയാ? മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തിനെ കൊണ്ട് കടിപ്പിച്ച് ആണ്.
നെക്സ്റ്റ്, ക്ലിയോപാട്ര ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? ക്ലിയോപാട്രയുടെ മരണത്തെ പറ്റിയോ അവരുടെ ശവകുടീരത്തെ പറ്റിയോ ഇതുവരെ അറിവായിട്ടില്ല. ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്, അല്ലേ? നെക്സ്റ്റ്, ക്ലിയോപാട്രയുടെ ദേഹപ്രകൃതിയെ പറ്റിയുള്ള നിഗമനങ്ങൾ ചുരുക്കി എഴുതുക. എങ്ങനെയാ? ആൻമരിയ കേൾക്കുന്നുണ്ടോ? ആ, പറഞ്ഞോ. അധികം ഉയരമില്ലാത്ത വൃക്ഷമില്ലാത്ത എന്നാൽ തൊല്ലുണ്ടുരുണ്ട ശരീരം, വെളുത്ത നിറം, കറുത്ത തലമുടി, നീലക്കരിമിഴികൾ, നീണ്ട അറ്റം വളഞ്ഞ നാസിക, അങ്ങനെ ആകപ്പാട് സുന്ദരിയായിരുന്നു. പറയാമെങ്കിലും അവളുടെ ദേഹം ലഘുവായിരുന്നു. ഇതൊക്കെയാണ് അല്ലേ? ലഘുവായിരുന്നു. ഓക്കെ, ശരീരപ്രകൃതി. നെക്സ്റ്റ് ചോദ്യം എന്താ? ക്ലിയോപാട്രയുടെ സിദ്ധികൾ എന്തെല്ലാമാണ് ക്ലിയോപാട്രയുടെ സിദ്ധികള്? നല്ല സ്വരമായിരുന്നു. ആർക്ക്? അല്ലേ? ശബ്ദമായിരുന്നു. നല്ല ശബ്ദമായിരുന്നു. ശബ്ദമാതിരിയായിരുന്നു ക്ലിയോപാട്രയുടെ വേറൊരു സിദ്ധി. പിന്നെയോ, അവർക്ക് നാനാ ഭാഷകൾ അറിയാമായിരുന്നു. എത്യോപ്യക്കാരോടും സിറിയക്കാരോടും അറബികളോടും ഹീബ്രുക്കളോടും ടോഗ്ലോഡൈറ്റുകളോടും മീതുക്കളോടും പാർത്യക്കാരോടും എല്ലാം അവരുടെ തന്നെ ഭാഷകളിലാണ് ആര് സംഭാഷണം ചെയ്തത്? ക്ലിയോപാട്ര, അല്ലേ? പിന്നെന്തൊക്കെയാണ് സിദ്ധികൾ ഉണ്ടായത്? ക്ലിയോപാട്ര നല്ല നർമ്മബോധം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു, അല്ലേ? പിന്നെയോ, സാമാന്യമായ സൂത്രശാലിയുമായിരുന്നു, അല്ലേ? ഇതൊക്കെയാണ് ക്ലിയോപാട്രയുടെ സിദ്ധികൾ. പിന്നെന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 10ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയോപാട്രയും സീസറും തമ്മിൽ നടന്ന പന്തയം എന്തായിരുന്നു? കൂടുതൽ ചെലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നതായിരുന്നു അവര് തമ്മിലുള്ള പന്തയം, അല്ലേ? നെക്സ്റ്റ്, ക്ലിയോപാട്ര പന്തയം ജയിച്ചത് എങ്ങനെയാ പന്തയം ജയിച്ചത്? ക്ലിയോപാട്രയുടെ ഭക്ഷണം വളരെ ലളിതമായിരുന്നു. എന്നാൽ വിരുന്നിലെ പാനീയം എങ്ങനെയായിരുന്നു? വിലമതിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. തന്റെ കർണഭരണങ്ങൾ അമൂല്യമായ മുത്തെടുത്ത് സൂർക്കിയൻ അലിയിച്ച് റോമ ചക്രവർത്തിക്ക് കൊടുത്ത് ക്ലിയോപാട്ര പന്തയം വിജയിച്ചു, അല്ലേ? ജയിച്ചു. അപ്പൊ അടുത്ത ചോദ്യം എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്ലിയോപാട്രയുടെ നിശാവിനോദം എന്തായിരുന്നു? അർദ്ധരാത്രിയില് എന്ത് ചെയ്യും? വേഷപ്രച്ഛന്നയായി നഗരവീഥികളിൽ വഹിക്കുന്നതും കണ്ടവരുടെ വീടുകളിൽ ചെന്ന് കയറി വാതിൽ മുട്ടി ആളുകളെ വിളിച്ചുണർത്തി വാതിൽ തുറക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി മറയുന്നതും ആണ് അവളുടെ നിശാവിനോദങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ? ഓക്കെ, അത് നിശാവിനോദമായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ കഴിഞ്ഞ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറും ആയി. അപ്പൊ ഇനി അതിന്റെ എന്താണ് ബാക്കിയിട്ട് പ്രയോഗിക്കേണ്ട മിസ് എഴുതി തരണം, അത്ര അല്ലേ? ഓക്കെ, അതും കൂടി ചെയ്താൽ അത് കംപ്ലീറ്റ് ആയി, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാം വെക്കണം ഇനി അടുത്ത ദിവസങ്ങളിൽ. അടുത്ത ദിവസം എന്ന് പറയുമ്പോ ഇപ്പം മറ്റന്നാളല്ലേ നമുക്ക് എക്സാം ക്ലാസ് ഉള്ളത്? ഇനി നാളെയല്ലല്ലോ, 7th നാളെയല്ലല്ലോ, മറ്റന്നാളല്ലേ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ പൂക്കാരിയും ശനിയാഴ്ചയുള്ളൂ. ഇനി ശനിയാഴ്ചയേ ഉള്ളൂ, അല്ലേ? ഓഹോ, ഒരുപാട് സമയമുണ്ട്. അപ്പൊ നമുക്ക് പൂക്കാരിയും പിന്നെ ക്ലിയോപാട്രയുടെ നാട്ടിൽ നിന്നുള്ളത്, അതായത് 4, 5 പാഠത്തിന്റെ എക്സാം ഉണ്ടാവും കേട്ടോ. ശനിയാഴ്ച നമ്മുടെ ക്ലാസ്സിൽ 3 വരെയുള്ളത് നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നില്ല, അന്നത്തെ സെമസ്റ്റർ എക്സാമിന് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ 4ഉം 5ഉം. ഓക്കെ, എല്ലാരും കേട്ടില്ലേ? ഇപ്പൊ ഉള്ളവര് ഫുള്ളല്ലേ?
എക്സാം ഒരു ക്ലാസ്സിൽ വെക്കാൻ പറ്റുന്ന എക്സാം ചെറുതായിരിക്കും, പക്ഷെ എല്ലാം പഠിക്കണം. അപ്പൊ 4ഉം 5ഉം പഠിക്കണേ. ഓക്കെ, കേട്ടില്ലേ ആൻമേരിയ? ഫെയ്ത്ത് ഫെയ്ത്ത് എന്ത് ലേറ്റ് ആയത്? 10 ഓഡിയോ കണക്ട് ആയിട്ടില്ല. ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ ആൻമരിയൊക്കെ സ്ട്രക്കുമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ പാഠം കംപ്ലീറ്റ് ആയി. 2 പാഠത്തിന്റെ എക്സാം അടുത്ത ശനിയാഴ്ച ഉണ്ടാവും. ഈ ശനിയാഴ്ച. അപ്പൊ നിങ്ങൾ കേട്ടില്ല കണ്ടില്ല എന്ന് പറയരുത്, പഠിച്ചിട്ട് മാത്രം വരണം. അതുപോലെയുള്ള എല്ലാ കുട്ടികളും പരമാവധി നിങ്ങൾ അറ്റൻഡ് ചെയ്യും ക്ലാസ്സിൽ. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് സുഖമില്ല പഠിപ്പിക്കാൻ. വീണ്ടും പറയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഒന്നും കൂടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇന്ന് നമുക്ക് പാഠം 6 ശ്രീരാമന്റെ യാത്ര എടുക്കട്ടെ. ഓക്കെ, അപ്പോ എന്താ പാഠത്തിന്റെ പേര്? പാഠം 6 ശ്രീരാമന്റെ യാത്ര. ആരെഴുതിയതാ? എഴുത്തച്ഛൻ അല്ലെ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അതാ ഫുൾ പേര്. അപ്പൊ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയതാണ് ഏത്? ശ്രീരാമന്റെ യാത്ര എന്ന്. ഈ 24 വൃത്തത്തിലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എഴുത്തച്ഛനെ പറ്റി നിങ്ങൾക്ക് അറിയോ? എഴുത്തച്ഛനെ പറ്റി അറിയില്ലേ നിങ്ങൾക്ക്? ഈ നമ്മുടെ ഫസ്റ്റ് ഇത് ക്ലാസ് തുടങ്ങിയതിന് മുതൽ പ്രാചീന കവിത്രയങ്ങളെയും ആധുനിക കവിത്രയങ്ങളെയും ഇങ്ങനെ മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതില് പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് ആര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ? അല്ലേ? എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ അല്ലേ? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ എഴുത്തച്ഛൻ്റെതാണ് ഈ പാട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പ്രാചീന കവിത്രയങ്ങളില് കവിത്രയം എന്ന് പറഞ്ഞാൽ 3 പേരാണ്. ആധുനിക കവിത്രയങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉള്ളൂര് ആശാൻ, ഉള്ളൂർ വള്ളത്തോള്. ഇത് പ്രാചീന കവിത്രയങ്ങളില് എഴുത്തച്ഛൻ. ആരൊക്കെയാണ് ഷോണെ പ്രാചീന കവിത്രയങ്ങള്? ആരൊക്കെയാ? മിസ് പല തവണ ഫസ്റ്റ് മുതൽ പറയുന്നുണ്ട് ക്ലാസ് ടൈമില് ഇല്ലേ? നമ്മൾ ആദ്യം മുതൽ കഴിഞ്ഞ നമ്മളെ പാഠം പഠിക്കുമ്പോ നമ്മൾ പറയുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് ആരൊക്കെയാ പ്രാചീന കവിത്രയങ്ങള്? ഓർമ്മയില്ല ഷോണി? ഓക്കെ, പറഞ്ഞോ. ഇല്ല മിസ്, ആദ്യം നമ്മുടെ പണ്ടത്തെ ആദ്യത്തെ പാട്ടിനെ നമ്മൾ പഠിച്ചതാണ്. ഇത് പ്രാചീന കവിത്രയങ്ങളെ പറഞ്ഞു, ആധുനിക കവിത്രയങ്ങളെ പറഞ്ഞു അല്ലെ? ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ ആൻമരിയ? ആൻമരിയ, ക്യാൻ യു ഹിയർ മീ? ഫെയ്ത്ത് ഓഡിയോ ഓൺ ചെയ്തില്ല. ഫെയ്ത്തേ, ആൻമരിയ കേൾക്കുന്നുണ്ടോ? ആൻമരിയ? ഓക്കെ, ആരൊക്കെയാ പ്രാചീന കവിത്രയങ്ങള്? പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? ആരൊക്കെ ആൻമരിയ? ടീച്ചർ ഒരു തവണ പരീക്ഷ കിട്ടി. പരീക്ഷ കിട്ടിയത്? എന്നിട്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ? മിസ് ഇങ്ങനെ പറയുന്നു, നമ്മക്കിതൊന്നും പഠിക്കാൻ നേരമില്ല അല്ലെ? എന്തിനാ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടത്? പക്ഷെ നിങ്ങൾക്ക് ഈ കവിത്രയങ്ങളും പിന്നെ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു PSC ക്വസ്റ്റ്യനിൽ വരെ വരുന്ന കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്കിതൊക്കെ മലയാളം പഠിക്കുന്നത് മുതൽക്കൂട്ടാവും ഭാവിയിൽ. എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് PSC ടെക്സ്റ്റിനൊക്കെ വരും ക്വസ്റ്റ്യൻസ്. അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരാണ്. ആൻമരിയ കേൾക്കുന്നുണ്ടോ? ആരൊക്കെയാ? എഴുത്തച്ഛൻ, എഴുതിക്കോ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഇതാണ് പ്രാചീന കവിത്രയങ്ങള്. നമ്മൾ പ്രേമസംഗീതം ഏതാണ്? നമ്മൾ ആദ്യത്തെ ഏതാ പാട്ട് പഠിച്ചത്? നമ്മുടെ 7ാം ക്ലാസ്സിന് ഏതാ പാട്ട് പഠിച്ചമ്മ? ആദ്യ ഒരു ബുക്ക് പഠിച്ചിട്ട് ഉള്ളൂരിന്റെ. ഉള്ളൂരിന്റെ ഏതാ പഠിച്ചത് നമ്മൾ? എന്നാ പേരിപ്പ അതിന്റെ? വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ. പക്ഷെ വേറൊരു ഇത് പഠിച്ചിട്ട് ഉള്ളൂരിന്റെ മാതൃഭൂമി ഓർമ്മയുണ്ട്? ആദ്യം ഒരു ബുക്ക് നമ്മൾ പഠിച്ചത് അതും ഉള്ളൂരിന്റെ ഉണ്ടായത്. മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് പാഠം പഠിച്ച ഓർമ്മയില്ല നമ്മള്?
ഏറ്റവും ആദ്യം ഇത് ഈ ബുക്ക് വരുന്നതിന് മുമ്പ്. ഇതിനു മുമ്പേ. അപ്പൊ അന്നും പറഞ്ഞു ഞാൻ പ്രാചീന കവിത്രയങ്ങളെ കുറിച്ചും ആധുനിക കവിത്രയങ്ങളെ കുറിച്ചും. പിന്നെ ഏതാ ഉള്ളൂരിന്റെ ഏതാ നമ്മളിപ്പം പഠിച്ചത്? ഫസ്റ്റ് പഠിച്ച പാടേതാ ഇപ്രാവശ്യം? വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ മഹാധനം. അന്നും ഞാൻ പറഞ്ഞു ആധുനിക കവിത്രയങ്ങളെ പറ്റി ഇല്ലേ? ഉള്ളൂര് ആധുനിക കവിത്രയങ്ങളിൽ പെട്ട ആളാണ് ഉള്ളൂര് ആശാൻ വള്ളത്തോള്. അപ്പൊ നെക്സ്റ്റ് പ്രാചീന കവിത്രയങ്ങളെ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു. എന്ത് ആരൊക്കെയാ പ്രാചീന കവിത്രയങ്ങള്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, പിന്നെയോ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. കുഞ്ചൻ നമ്പ്യാരോ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. മനസ്സിലായോ? കൃഷ്ണഗാഥ എന്ന പ്രധാന മഹത്തരമായ കൃതി എഴുതിയതാരാണ്? ചെറുശ്ശേരിയാണ്. ഓക്കെ. അപ്പൊ എഴുത്തച്ഛന്റെ ഒരു കാവ്യമാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലേ? ഓക്കെ. ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പിതാവായി ആദരിക്കപ്പെടുന്ന ആരുടെ? ആധുനിക മലയാള ഭാഷയുടെ പിതാവാര്? അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആര്? എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് ഫുൾ നെയിം. ഓക്കെ. അപ്പൊ ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പിതാവായി ആദരിക്കപ്പെടുന്ന മഹാകവിയാണ് ആര്? എഴുത്തച്ഛൻ. പിന്നെയോ ഇദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ജനയിതാവും എഴുത്തച്ഛനാണ്. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, 24 വൃത്തം, ഹരിനാമ കീർത്തനം എന്നിവയാണ് മുഖ്യകൃതികൾ. തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നത്. എവിടെയാണ്? തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ്. അങ്ങനെയാണ് തുഞ്ചത്ത് എഴുത്തച്ഛന് പേര് കിട്ടിയത്. തുഞ്ചൻ പറമ്പിൽ ജനിച്ചുകൊണ്ട്. ഓക്കെ. ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അപ്പൊ ശ്രീരാമന്റെ യാത്ര, ഇതാണ് നമ്മുടെ കവിതയുടെ പേര് അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കണേ. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം, മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത, കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താരവിന്ദായദാക്ഷി മനോജ്ഞേ, കാന്താരവാസം നിനക്കാവതില്ല, ശാന്തേ കുടുംബപ്രിയേ താതപാദം, കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. വൈദേഹി പോരേണ്ട ബാലേ, പൈതാഹ ശാന്തിക്കു ഭയങ്ങളില്ല. ഹേ ദേവി കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ, പാദവ്യതയ്ക്കങ്ങു ശ്രീരാമ രാമ. വ്യാളങ്ങൾ സാലാവൃഗാദീപി വൃന്ദം, വ്യാളീതരക്ഷുക്കൾ കാട്ടാനയുണ്ടേ, കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലേ, നീലാരവിന്ദാക്ഷി ശ്രീരാമ രാമ. എന്നാര്യപുത്രൻ വനത്തിനു പോയാൽ പിന്നെ പുരിവാസമെന്തിനു വേണ്ടി, നിന്നോടു കൂടിയിട്ടു പോരുന്നു ഞാനും, എന്നാൽ മനോജ്ഞാംഗി ശ്രീരാമ രാമ. അല്ലെ? ശ്രീരാമന്റെ യാത്രയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ശ്രീരാമത്തെ കുറിച്ച് എവിടെയൊക്കെ യാത്രയെ കുറിച്ച് പറഞ്ഞതാണ് ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക്? ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയ സമയത്ത് വനവാസത്തിന് പോയ കാര്യം അല്ലെ? ഇപ്പൊ വനവാസത്തിന് രാമൻ കാട്ടിലേക്ക് പോന്ന ആ ഒരു അവസ്ഥയില് സീത കൂടെ പോരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? കല്യാണരൂപി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മംഗളരൂപൻ അല്ലെ? മംഗളരൂപൻ ശ്രീരാമൻ. മംഗളരൂപൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള അല്ലെ? മംഗളകരമായ രൂപമുള്ളവനാണ് ആരോ? അവനാണ് എന്ത്? മംഗളരൂപൻ. ഓക്കെ. അപ്പൊ ശ്രീരാമനെ സംബോധന ചെയ്യുന്നതാണ് എന്ത്? കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം. വില്ലും ശരമൊക്കെ കൈ പിടിച്ചിട്ട് വനത്തിൽ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് സീത കൂടെ പോവുന്നല്ലേ? മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത, കല്യാണിനി ദേവി ശ്രീരാമ രാമ. ഓക്കെ. അപ്പോ രാമൻ പട്ടാഭിഷേകം മുടങ്ങി വനത്തിലേക്ക് പോകുന്ന സമയത്ത് ശ്രീരാമന്റെ കൂടെ പതിവ്രതയായ സീത, ഭാര്യയും അതായത് ഭർത്താവിനോട് സ്നേഹമുള്ളവളായ സീത കൂടെ പോകുന്നല്ലേ? എനിക്ക് കൊട്ടാരത്തിലെ
സുഖഭോഗങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കൂടെ പോകുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ പതിവ്രതകളായ സ്ത്രീകളുടെ ഭാര്യാധർമ്മമാണ് ഭർത്താവിനോടൊപ്പം സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുക എന്നത്. അപ്പൊ എന്താണ്, ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ സീതയും കൂടെ പോയി അല്ലേ. കൊട്ടാരത്തിലെ സുഖം അവൾക്ക് ദുഃഖം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ആര്, ഭർത്താവ് കൂടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ദുഃഖം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ സീതയും കൂടെ പോകുന്നല്ലേ. അപ്പൊ ആര്യപുത്രനെ പണ്ടത്തെ സ്ത്രീകൾ വിളിക്കുന്നതാണ് എന്നാ, ഭർത്താവിനെ. അപ്പൊ കല്യാണ രൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചൊരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. 4 മനസ്സിലായോ നിങ്ങൾക്ക്? സ്ട്രക്കാണ് ആൻമരിയ അല്ലെ? ആൻമരിയക്ക് ക്ലിയർ ഇല്ലല്ലോ, കേൾക്കുന്നുണ്ടോ ആൻമരിയ? ഷോൺ, ഇപ്പൊ കല്യാണ രൂപി എന്ന് പറഞ്ഞ മംഗളരൂപൻ എന്നാണ് അർത്ഥം അല്ലേ. ശ്രീരാമനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കല്യാണിനി. കല്യാണിനി പറഞ്ഞ മംഗളം നൽകുന്നവൾ അല്ലേ. കാന്താരവിന്ദം, അടുത്ത എന്താ ലൈൻ പറയുന്നത്? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ. കാന്താരവിന്ദം, കാന്താരവിന്ദം എന്ന് പറഞ്ഞാൽ എന്താ? മനോഹരമായ താമര അല്ലേ. മനോഹരമായ താമരയുടെ അക്ഷിയുള്ള അവൾ ആര്? സുന്ദരി. മനോജ്ഞ പറഞ്ഞ മനോഹരി അല്ലേ, സുന്ദരി. ആര്? സീത. സീതേനെ പറ്റി പറഞ്ഞാണ്. കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞ, മനോജ്ഞയെ വിളിക്കുന്നു, സുന്ദരിയായവളെ സീതേന്ന്. കാന്താരവാസം നിനക്കാവതല്ല. കാന്താരവാസം എന്ന് പറഞ്ഞാൽ എന്താ? കാന്താരം എന്ന് പറഞ്ഞാല് കാടല്ലേ, കാട്ടിലെ താമസം. കാന്താരവാസം, കാട്ടിലെ താമസം. നിനക്കാവതല്ല, നിനക്ക് പറ്റുകയില്ല സുന്ദരി എന്ന് പറഞ്ഞു അല്ലേ. ആര്? ശ്രീരാമൻ. ഓക്കെ, നെക്സ്റ്റ് എന്താ? ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. അപ്പോ നീ എന്റെ കൂടെ വരണ്ട. കാന്തേ എന്ന് പറഞ്ഞ ശാന്തേ കുടുംബപ്രിയേ, കുടുംബത്തിനോട് പ്രിയമുള്ളവളെ, നീ അച്ഛനെ അതായത് ദശരഥനെ നോക്കി ഇവിടെ നിന്നാ മതിന്ന്, ആര്? കൊട്ടാരത്തിൽ തന്നെ വസിച്ചാ മതിന്ന് സീതയോട് രാമൻ പറയുന്നതാണ് സന്ദർഭം അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയുള്ളവളെ? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞ. കേൾക്കുന്നുണ്ടായിരുന്നില്ലേ ഷോണേ? ഒരു കോള് വന്നു അത്യാവശ്യമായിട്ട്. അതെ, അപ്പൊ ക്ലാസ് എടുത്ത് കാണണേ. വീണ്ടും ഞാനിപ്പോ ഒരു 3-4 ലൈനിന്റെ അർത്ഥം പറഞ്ഞു. അപ്പൊ അത്ര പേരെ പറയുന്നുള്ളൂ, കാരണം കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടുന്ന് ആദ്യം ഒന്നുകൂടി പറയേണ്ടി വരും. ഇപ്പൊ ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. താതപാദം എന്ന് പറഞ്ഞ അച്ഛന്റെ പാദം. അപ്പൊ താതൻ ആര്? ദശരഥൻ അല്ലെ. ദശരഥന്റെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിഞ്ഞാ മതി, എന്റെ കൂടെ കാട്ടിലേക്ക് സുന്ദരിയായ നീ വരേണ്ട എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ അത്ര ലൈൻ മതി നമുക്ക് അല്ലേ, ഒന്നുകൂടി ഇത് പറയേണ്ടി വരും. അപ്പോ കല്യാണ രൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ. കാന്താരവിന്ദ, വായിക്കാൻ കിട്ടുന്നില്ലേ മക്കളെ? ശ്രദ്ധിക്കുന്നുണ്ടോ? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല. ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചിടു ശ്രീരാമ രാമ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പട്ടാഭിഷേകം മുടങ്ങി വനവാസത്തിന് പോകുന്ന ശ്രീരാമന്റെ കൂടെ ആര്? സീത കൂടി, അതായത് പതിവ്രതയായ സീത കൂടി, ഭർത്താവിനോട് സ്നേഹമുള്ളവളായ സീത കൂടി പോവാൻ ഒരുങ്ങുമ്പോ എന്ത് പറയുന്നു ശ്രീരാമൻ?
നീ കാട്ടിലേക്ക് വരണ്ട. ഈ താഴത്തെ ലൈനിൽ പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയെല്ലാം ഉണ്ട്, അതുകൊണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പം പഠിച്ച 4 ലൈനിന്റെ അർത്ഥം. അപ്പൊ കല്യാണ രൂപി എന്ന് പറഞ്ഞാൽ മംഗളരൂപൻ, കല്യാണി മംഗളം നൽകുന്നവൾ, കാന്താരവിന്ദം മനോഹരമായ താമര, നെക്സ്റ്റ് മനോജ്ഞ സുന്ദരി അല്ലേ, മനോഹരി. ഓക്കെ, കാന്താരവാസം എന്താ, കാട്ടിലെ താമസം, നിനക്കാവതല്ല, നിനക്ക് പറ്റുന്നതല്ല, നീ അച്ഛന്റെ പാദം എന്ന് പറഞ്ഞാൽ അച്ഛൻ അല്ലേ, അച്ഛന്റെ പാദം ശുശ്രൂഷിച്ചുകൊണ്ട്, അതതിന്റെ അർത്ഥം. അച്ഛനെ ശുശ്രൂഷിച്ച് ഇവിടെ നിന്നാ മതി എന്നാണ് ആര് പറയുന്നത്, അതായത് കുടുംബത്തോട് സ്നേഹമുള്ളവളായ നീ ഇവിടെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ നിന്നാ മതി, എൻ്റെ കൂടെ വരണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്നും എടുക്കേണ്ടി വരും. ആദ്യം കുട്ടികൾ ആരുമില്ല, ഒന്ന് വായിച്ചു നോക്കണേ മോനെ. ദോഷോണേ അടുത്തത് വരെയുള്ളത് നല്ലപോലെ വായിച്ചു നോക്കാം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. ഒന്ന് വായിക്കുന്ന മോൻ, അതുവരെ വായിച്ചോന്നാ, വായിച്ചു നോക്കിയേ. കല്യാണരൂപി വനത്തിനു പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു, പിന്നാലെ സീത കല്യാണിനി ദേവി ശ്രീരാമ രാമ, കാന്താരവിന്ദായദാക്ഷി മനോജ്ഞേ, കാന്താരവാസം നിനക്കാവതല്ല, ശാന്തേ കുടുംബപ്രിയേ താതപാദം, കാന്തേ ഭജിച്ചീരു ശ്രീരാമ രാമ. ഇത്ര വരെയാണ് പഠിച്ചത് അല്ലേ. അപ്പൊ നല്ലപോലെ വായിച്ചിട്ട് വരണേ. ഓക്കെ, ഇന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് കാണാം അല്ലേ. കേൾക്കുന്നുണ്ടോ ആൻമരിയ, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഓക്കെ, ബൈ ഷോൺ. ആർക്കുമില്ല. ബൈ.